ഗൂഗിൾ മാപ്പിനകത്ത് ഇടത്തോട്ടാണല്ലോ കാണിക്കുന്നത്. അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ആ പുള്ളിയോട് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, ഈ ഫോറസ്റ്റ് സ്റ്റേഷനോട് പോകുന്ന വഴി എങ്ങോട്ടാ? മോനെ, ഇത് വലത്തെ വശത്തൂടെ പോവാം, നിങ്ങൾക്ക് അടുത്ത വശത്തൂടെ പോവാം. മെയിൻ റോഡിൽ കൂടെ കയറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ദൂരം കറങ്ങേണ്ടി വരും. അതേസമയം നിങ്ങൾ ഇടത്ത് കാണുന്ന ഈ വഴി കൂടെ കയറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അല്ല. ഓക്കെ ഏട്ടാ, താങ്ക് യു. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഇതുവരെ ഒരു ആഹാരം പോലും കഴിച്ചില്ല. എത്ര പെട്ടെന്ന് ആ സ്റ്റേഷനിലൂടെ എന്നാ മതിയായിരുന്നു. ഈ 2 പേപ്പർ കൊടുക്കാൻ പെടുന്ന പാടെ. അല്ല, വണ്ടിക്ക് എന്നാ പറ്റി, നീങ്ങുന്നില്ലല്ലോ? അയ്യോ, പെട്രോൾ തീർന്നയാണോ? അയ്യോ, ഇത് എന്നെ എടുക്കും. ഇവിടെ ആണെങ്കിൽ അടുത്ത പെട്രോൾ പമ്പൊന്നും ഇല്ലെന്നാ തോന്നേ. ഇനി ഏതെങ്കിലും വീടെല്ലാം അടുത്തുണ്ടെങ്കിലേ ഉള്ളൂ. ഇതാണെങ്കിൽ ഫോണിന് റേഞ്ചും കിട്ടുന്നില്ലല്ലോ. അയ്യോ, പെട്ടുപോയോ? ഈ സ്ഥലം ഹൈ റേഞ്ചാ. ഇവിടെ റേഞ്ചൊക്കെ കിട്ടാൻ ഭയങ്കര പാടാ. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ റേഞ്ച് നോക്കിക്കൊണ്ട് നിൽക്ക്. പെദ്ദിയെ കയറി വാ. ഞാനാണെങ്കിൽ അപ്പോഴത്തേക്ക് മേളിൽ കയറിയിട്ട് എല്ലാം വീടുണ്ടോ നോക്കട്ടെ. അയ്യോ, ഇത് ഈ സ്ഥലത്തോടെ ഒന്നും വരണ്ടായിരുന്നു. അല്ല, നമ്മളെ കൂടെ കയറി വന്ന മൈക്കിൾ ഇതെവിടെ പോയി? ഫോണിന്റെ റേഞ്ച് നോക്കാനായിട്ട് അവൻ ഇവിടെ കൊണ്ടാ നിർത്തിയത്. പിന്നെ അവൻ ഇവിടുന്ന് മേളോട്ട് കയറി വന്നുമില്ല. അയ്യോ, മൈക്കിളെ എടാ, ഇപ്പം പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ പറ്റിക്കപ്പെടത്തില്ല. നീ വേണമെങ്കിൽ കയറി വാ വേഗം. ഞാൻ ഇവിടെ തന്നെ നിപ്പുണ്ട്. എടാ, നീ പറ്റിക്കല്ലേ. അയ്യോ, ഈ മൈക്കിള് ശരിക്കും കാണാതെ പോയതാണ് ഇവനെ. ദൈവമേ, ഇവനെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? ട്രവറേ, നീ എവിടാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കത്തില്ലേ? ട്രവറേ, ഹലോ. ഞാനൊരു മലയാളി, എന്നും മണ്ണിന് കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹ പോരാളി. തേരാളി എന്നല്ലേ? എന്തേലും ആവട്ടെ. ഇവിടെ മാമ നിപ്പുണ്ടല്ലോ. ഫ്രാങ്കിൾ മാമ എന്താ ചെയ്യുന്നേ? എന്താ ഡ്രില്ലടിക്കുന്ന? ഇതാരാ പാടത്ത് വന്ന ഡ്രില്ലൊക്കെ അടിക്കുന്നേ? അത് പിന്നെ യൂട്യൂബിൽ കണ്ടായിരുന്നേ. അതായത് ഡ്രില്ലടിക്കുവാണെങ്കിൽ വെള്ളമൊക്കെ ചാടുന്ന സാധനമൊക്കെ. എന്റെ പൊന്നു മാമ, അതൊക്കെ ഫേക്കാ. അവന്മാർ അടി കൂടെ ഓസൊക്കെ ഇട്ടിട്ട് അതിൽ കൂടെ വെള്ളം ചീറ്റിക്കുന്നയാ. നിങ്ങളെപ്പോലുള്ള മണ്ടന്മാരതൊക്കെ കണ്ട് വിശ്വസിക്കും. അല്ല മോനെ, രമേശ് അണ്ണനും ചെയ്തിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്റെ പൊന്നോ, രമേശ് അണ്ണൻ വല്ല പൈപ്പിന്റെ കീഴെ പോയായിരിക്കും കുത്തിയത്. അല്ല മോനെ, അവന്റെ കാര്യമൊക്കെ നമുക്കറിയാം. എന്നാലും മണ്ടനാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയാ. മോനെ, കണ്ടോ വെള്ളം തെറിക്കുന്നുണ്ടോ? പൊന്നു മാമ, അത് ഇന്നലെ കിടക്കുന്ന ചള്ളയുടെ ബാക്കിയാ. എന്നാലും മാമൻ കുടിച്ചോണ്ടിരിക്കുക. വെള്ളം കിട്ടിയെന്നെങ്കിൽ കിട്ടട്ടെ. അത് പിന്നെ ഞാനാണെങ്കിൽ കൂട്ടുകാരനെ വീണ്ടും വരെ ഒന്ന് പോവാ. എന്തായാലും അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. മോനെ, ഞാൻ കുഴിച്ചോണ്ടിരിക്കുന്ന കാര്യം പ്രത്യേകം പറഞ്ഞേക്കണേ. ശരി മാമ, പറഞ്ഞേക്കാം. ടാറ്റ ബിർള അംബാനിയെ അള്ള പടച്ചു, ഈ പാവപ്പെട്ട നമ്മളെയും അള്ള പടച്ചു. അല്ല, ഇവന് വീട്ടിലില്ലേ? ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. താണ്ട് നിൽക്കുന്ന പിഞ്ചാൻ. എടാ പിഞ്ചാനെ, ഞാൻ വന്നടാ. നിനക്കെന്നാടാ ഒരു ഭാവവ്യത്യാസം ഇല്ലാത്ത? ഞാൻ എത്ര ദൂരത്തുനിന്ന് നിന്നെ കാണാൻ വന്നേ? നീയൊക്കെ ഫേക്ക് ഫ്രണ്ടാടാ, ഫേക്ക് ഫ്രണ്ട്. ഞാൻ മീൻ പിടിക്കുന്ന അറിഞ്ഞിട്ടല്ലടാ നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്. അത് പിന്നെ എടാ, അതൊക്കെ പോട്ടെ. നമുക്ക് ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ? എവിടെയൊക്കെ കറങ്ങാൻ പോണ്ടേ? കറങ്ങാൻ പോണം. നിന്നോട് ഒരു കാര്യം പറയാൻ ഇരിക്കുവായിരുന്നു. എനിക്കൊരു ഹിഡൻ സ്പോട്ട് കിട്ടി. അങ്ങോട്ട് തന്നെ വിട്ടേക്ക് വന്ന നമുക്ക്. ഞാൻ തന്നെ പോയിട്ട് ഈ മീമാലയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വന്ന് നമുക്ക് പോവാം. അയ്യോ, ഇത് എത്രന്ന് വെച്ചാടാ നമ്മൾ ഈ നടക്കുന്നേ? ഇത് കൊറേ ഉണ്ടോ ഇനിയും? എടാ, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അല്ല, ഇതിപ്പോ ആരാ നിക്കുന്നേ ഇവിടെ? ഹലോ ചേട്ടാ, എന്താ ഇവിടെ നിക്കുന്നേ? അല്ല, ഇതിപ്പോ എന്നാ പുള്ളിയൊന്നും മിണ്ടാത്തേ? ഹലോ ചേട്ടാ, ഹലോ. എന്തായാലും ആവട്ടെ, പുള്ളി എന്തെങ്കിലും കണ്ട് പേടിച്ചൊക്കെ നിക്കുമായിരിക്കും. എടാ ഷിൻചാനെ, വേഗം വാ, നമുക്ക് വേഗം അങ്ങോട്ട് പോണം. എടാ, നീ വേഗം വിട്ടോ. ഞാൻ നിന്റെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. നീ വേഗം ചെന്നിട്ട് മേളിൽ ചെന്നിട്ട് നിന്നാ മതി. ഞാൻ വന്നേക്കാം. അയ്യോ, ഇത് കുറെ നേരമല്ല നടക്കാൻ തുടങ്ങിയിട്ട്. ഇത് തീരുന്നില്ല. അല്ല, നമ്മുടെ പുറകെ വരാന്ന് പറഞ്ഞ ഷിൻചാൻ ഇതെവിടെ പോയി? ഷിൻചാനെ, എടാ നീ എവിടാ? അല്ല, ഈ ഷിൻചാൻ ഇതെവിടെ പോയി? അയ്യോ, ഇവനെ കുറെ നേരമായിട്ട് കാണുന്നുമില്ലല്ലോ. ഷിൻചാനെ, എടാ പാത്തൊന്നും ഇരിക്കല്ലേ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. അല്ല ചേട്ടന്മാരെ, ഇതിലെ കൂടെ ഏതെങ്കിലും പയ്യൻ നടന്നു പോകുന്നതെല്ലാം കണ്ടായിരുന്നോ? ഇല്ല മോനെ, ഞങ്ങളാരും ഒന്നും തന്നെ കണ്ടില്ല. എന്നാ പറ്റി? ഒന്നുമില്ല ചേട്ടാ, ചുമ്മാ ചോദിച്ചാ. അയ്യോ, ഇനി നമ്മൾ എന്നെ എടുക്കും. ഷിൻചാനാണെങ്കിൽ കണ്ടുമില്ല ഇതുവരെ. സന്ധ്യയാവാറുമായി. ഇനി അവരുടെ വീട്ടുകാരോട് ഞാൻ ഈ എന്നാ പറയും? ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്തകൾ. നഗരത്തിൽ വീണ്ടും കുട്ടികളെ കാണാതായിരിക്കുന്നു. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഷിൻചാൻ എന്ന പേരുള്ള ഒരു കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ പോയ കുട്ടിയെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കാണാതായിട്ടുള്ളത്. വിവരം പോലീസ് കമ്മീഷണർ ചിങ്കർ സാറെ അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ചിങ്കർ സാർ പറഞ്ഞു. സമയം കുറെ ആയല്ലോ. ഇതുവരെ ഷിൻചാന്റെ ഒരു വിവരം പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി എന്നെ എടുക്കും. എന്തായാലും ചിങ്കർ സാറിനോട് കാര്യം അവതരിപ്പിക്കണം. കൂടാതെ പിഞ്ചാനെ ഒന്ന് പോയി കാണണം. കാര്യം ഷിൻചാന്റെ കൂടെ ലാസ്റ്റ് ഉണ്ടായിരുന്നത് പിഞ്ചാനല്ലേ കൂടുതൽ കാര്യങ്ങൾ അറിയൂ. എന്തായാലും പിഞ്ചാൻ ഇന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും പിഞ്ചാനെ കാണാൻ ഒന്ന് പോകണം.
ആ എന്തായാലും സമയം കളയാതെ വേഗം തന്നെ പിഞ്ചാനെ കാണാൻ വിട്ടേക്കാം. എന്നാലും ഈ ഷിൻചാൻ ഇതെന്ത് പറ്റി? ഇതുവരെ നമ്മളെ വിട്ടിട്ട് ഒരു രാത്രി പോലും മാറി നിൽക്കാത്തവനാ. ആ എന്ത് പറ്റിയോ എന്തോ, എന്തായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും പിഞ്ചാനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും എന്താ പറ്റിയെന്ന്. എന്തായാലും പിഞ്ചാനോട് ഒന്ന് നിപ്പുണ്ട്. എന്തായാലും അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എൻ്റെ പിഞ്ചാനെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞേ, എനിക്കാണെങ്കിൽ ടെൻഷൻ അടിക്കുന്നു. എൻ്റെ ഷിൻചാൻ എന്ത് പറ്റിയോ എന്തോ. മാമ അത് പിന്നെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഞാനും ഷിൻചാനും കൂടെ ഇന്നലെ ആ മലയുടെ മേളിലൊന്ന് പോയായിരുന്നു. ആ മലയുടെ മേളിൽ കയറുന്നിടം വരെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പം അവൻ്റെ സ്പീഡ് അങ്ങ് കുറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പോയി നിൽക്കാം, അവൻ പുറകെ വന്നോളാന്ന്. അപ്പം എൻ്റെ അടുത്തു ഞാൻ ആദ്യമേ പോയി അങ്ങ് കയറി നിന്നു. പിന്നീട് ഞാൻ നോക്കാൻ നേരത്ത് അവനെ കാണുന്നുമില്ല. പിന്നെ ഞാൻ എവിടെ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. മക്കളെ നിങ്ങളെന്തിനാ മലയുടെ മേളിലൊക്കെ കയറാൻ പോയത്? ഷിൻചാൻ്റെ കൂടെ കളിക്കാൻ പോവാന്ന് പറഞ്ഞാ വന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ മലയുടെ മേളിലൊക്കെ കയറാൻ പോയത്? അത് പിന്നെ മാമ ഞാൻ വിചാരിച്ചു അവൻ പറഞ്ഞപ്പോ പോവാന്ന്. നീ കൂടെ കാരണം ഇപ്പൊ ഷിൻചാനെ കാണാതായിരിക്കുന്നത്. ഇനി മേലെ അവനെ കളിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോലും പോയേക്കല്ലേ? മാമ ഞാൻ അങ്ങനൊന്നും ആലോചിച്ച് വിളിച്ചോണ്ട് പോയതല്ല. അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ കൂട്ടി അങ്ങ് പോയതാ. ഇനി മേലെ ഞങ്ങൾ ആവർത്തിക്കില്ല. ഷിൻചാനെ ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ ഓടി തോപ്പിക്കാൻ പറ്റുമോ? നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലടാ. നിക്കടാ അവിടെ, എന്നെ കൊണ്ടൊക്കെ പറ്റും. ഷിൻചാനെ പറ്റത്തില്ലടാ, നിന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ടേ പറ്റൂ. എന്തായാലും ഇനി പറഞ്ഞോണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. ഷിൻചാനെ എത്രയും വേഗം കണ്ടുപിടിക്കണം. എന്തായാലും ഞാൻ മലയുടെ മേളിൽ പോയി തപ്പാൻ പോവാ. എന്തായാലും ചിങ്ക സാറിനോട് വിവരം അറിയിക്കണം. പുള്ളിക്കാരൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ നടക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും ഷിൻചാനെ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട് മാമ. എൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഷിൻചാനെ കണ്ടുപിടിച്ചിരിക്കും. എന്നാ ശരി മോനെ, ഞാനാണെങ്കിൽ ചിങ്ക സാറിനെ കണ്ടെന്ന് സംസാരിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറയാം. പിഞ്ചാനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അവന് സങ്കടമായി കാണുമോ എന്തോ. എന്തായാലും കുഴപ്പമില്ല. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ചൊക്കെ വിഷമം അങ്ങനെയൊക്കെ പോയി. എന്തായാലും വേഗം തന്നെ പോയിട്ട് ചിങ്ക സാറിനെ കാണട്ടെ. പുള്ളിക്കാരനോട് വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. ചിങ്ക സാറേ, എന്നോട് വിശേഷം? സുഖമൊക്കെ അല്ലേ? എന്തായാലും ചിങ്ക സാറേ, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ എന്തായി? എൻ്റെ ഷിൻചാനെ എനിക്കെന്നെ കിട്ടുമോ? ഏത് ഷിൻചാൻ? എവിടുത്തെ ഷിൻചാൻ? ഓ നീ പറഞ്ഞ ഷിൻചാൻ. ഷിൻചാൻ്റെ കാര്യം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് വന്ന് പറയാം. എന്തായാലും ഇപ്പം കുറച്ച് കേസൊക്കെ ആയിട്ട് ബിസിയാ. എന്തായാലും നമ്മൾ അന്വേഷിക്കാം. ചിങ്ക സാറേ, നിങ്ങളെന്തെങ്കിലും ഉറപ്പില്ലാത്ത പോലെ. നിങ്ങളല്ലേ പറഞ്ഞ ഇന്നലെ അന്വേഷിക്കാൻ തുടങ്ങിയെന്ന്. അത് പിന്നെ മോനെ, ഞങ്ങളാണെങ്കിലേ ഇന്നലെ എന്തോ ടെൻഷൻ വന്നപ്പം നിങ്ങളോട് പറഞ്ഞു പോയതായി അന്വേഷിക്കാൻ തുടങ്ങിയെന്ന്. ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും ഉടനെ തന്നെ തുടങ്ങും. എന്തായാലും ഞാനും എൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കാം. നിങ്ങളും അന്വേഷിച്ച് നോക്ക്. ഇങ്ങനെ തന്നെ തേങ്ങയെ പറയുന്നേ. ഇന്നലെ രാത്രി വിളിച്ചവൻ പറഞ്ഞു അന്വേഷിക്കാൻ തുടങ്ങിയെന്ന്. ഇപ്പോൾ ചോദിച്ചപ്പം പറയുന്നു അന്വേഷിക്കാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളെന്ന്. ഇങ്ങനെയൊക്കെ ഇനി ഏത് കാലത്ത് അന്വേഷിക്കാൻ തുടങ്ങാനാ? എന്തായാലും നമ്മുടെ ആവശ്യമായി പോയില്ലേ? ഷിൻചാനെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. എന്നാലും എൻ്റെ ഷിൻചാൻ ഇത് എവിടെ പോയതാ? ഷിൻചാൻ ആരും തട്ടിക്കൊണ്ട് പോയതാണോ? അയ്യോ, തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ അവന്മാരിപ്പം കള്ളക്കടത്തുകാരായി കൊടുത്ത് കാണത്തില്ലേ? ഞാൻ എനിക്ക് ജീവനോടെ കാണാൻ പറ്റുമോ? ദൈവമേ, ചതിക്കുവോ?